മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന, ദ പ്രെയർ ഓഫ് ദ ഹൈ പ്രീസ്റ്റ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവ് തന്നെത്താനെ പ്രാർത്ഥിക്കുന്നതും ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും നമ്മൾ കണ്ടു. ഇന്ന് ദിവസം കർത്താവ് വിശ്വാസികളാകുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞേച്ച് പറയുന്നു, കർത്താവെ, എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് ഞാൻ അവരോട് സംസാരിക്കുന്നു. ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായിക്കൊണ്ട് ലോകം അവരെ പകച്ചു. അപ്പോൾ നമ്മൾ ലോകത്തിന് വിപരീതമായിട്ട് സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ഇവിടെ ശത്രുത്വം വരും. അത് കർത്താവ് അന്ന് പ്രാർത്ഥിച്ചുണ്ട്. യേശുക്രിസ്തു ലൗകികനല്ലായ്മ കൊണ്ട് തൻ്റെ കൂടെയുള്ളവരും ലൗകികനല്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിനെ സ്വീകരിച്ച് കഴിയുമ്പോൾ ക്രമേണ നമുക്ക് ലോകത്തിൻ്റെ പല മോഹങ്ങളും അല്ലെങ്കിൽ പല അട്രാക്ഷൻസ്, അതായത് കൺമോഹം, ജഡമോഹം, ജീവന പ്രതാപം, ഇതെല്ലാം ഇങ്ങനെ മാറിപ്പോകുന്നതാണ്. അത് മാറിയേച്ച് പകരം റീപ്ലേസ് ബൈ ദ ഹയർ തോട്ട്സ്, ഉയരത്തിലുള്ള നല്ലത് ചിന്തിക്കാനുള്ള കൃപ, അല്ലെ ദൈവത്തെ പോലെ ചിന്തിക്കാനുള്ള കൃപ നമുക്ക് കിട്ടുകയാണ്. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണം എന്നത്രേ അപേക്ഷിക്കുന്നു. കർത്താവിനോട് പിതാവിനോട് യേശു പ്രാർത്ഥിക്കുന്ന അവരെ ഈ ഭൂമിയിൽ നിന്ന് എടുക്കാനല്ല, പിന്നെയോ അവർ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവരെ സൂക്ഷിച്ചു കൊള്ളണമെന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥന നടന്നതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചുറ്റും ദൈവദൂതന്മാരുണ്ട്, എനിക്ക് ചുറ്റും ദൈവത്തിൻ്റെ തീമതിലുണ്ട്, നമ്മുടെ മക്കൾക്ക് ചുറ്റുമുണ്ട് എന്ന് ഉറപ്പുണ്ട്. കാരണം ഇറ്റ് ഈസ് ഓൾറെഡി പ്രേയ്ഡ് ആൻഡ് ഡൺ. അത് കർത്താവ് അന്ന് പ്രാർത്ഥിച്ചത് ഇന്ന് ഇഫക്റ്റീവാണ്, ഇന്നും അത് നടക്കുകയാണ്. അതുകൊണ്ടാണ് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൽ കീഴിൽ പാർക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അതിൻ്റെ സംരക്ഷണമുണ്ട് എന്ന് പറയുന്നത്. ഈ 17-ാം അധ്യായത്തിൽ കർത്താവ് അന്ന് പ്രാർത്ഥിച്ചത് ഇന്നും ജീവനായിട്ട് പ്രവർത്തിച്ചു. തൻ്റെ വചനത്തിന് തെറ്റുപറ്റത്തില്ല, ആ വചനത്തിന് കോട്ടമില്ല. കർത്താവ് പറയുന്ന ആ വചനം ഇന്നും നമ്മളെയും തലമുറകളെയും സൂക്ഷിക്കുകയാണ്. ഞാൻ ലൗകികനല്ലാത്തപോലെ ഇവരും ലൗകികന്മാരല്ല, സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. എന്തുകൊണ്ട് ശുദ്ധീകരിക്കണം? തൻ്റെ വചനം കൊണ്ട് ശുദ്ധീകരിക്കണമെന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 15:3 പറയുന്നുണ്ട്, ഇപ്പോൾ ഈ ശിഷ്യന്മാരോട് അന്നേരം പറയുന്നു, ഇപ്പോൾ നിങ്ങൾ ശുദ്ധരായിരിക്കുന്നു. എങ്ങനെയാണ് ശുദ്ധരായത്? കുളിപ്പിക്കുന്നില്ല, എൻ്റെ വചനം കേട്ടതിന്. വചനമാകുന്ന ജലസ്നാനത്താൽ നിന്നെ കുളിപ്പിക്കുന്ന ദൈവം. എന്നും കഴുകിയില്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ പുറത്തോട്ട് പോയി തിരിച്ചു വരുമ്പോൾ നമ്മുടെ ശരീരത്തിന്മേൽ അഴുക്ക് പറ്റും. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നാലും അഴുക്ക് പറ്റും. വെള്ളം ഒരു പാത്രത്തിൽ എടുത്തു വെച്ചാലും 3 ദിവസം കഴിയുമ്പോൾ അതിന് അഴുക്ക് വരാൻ തുടങ്ങും. അപ്പം ഭൂമിയിലിരിക്കുന്ന എന്തിന്മേലും ഈ ലോകത്തിൻ്റെ ഇഫക്റ്റ് വരുന്നുണ്ട്. അതുകൊണ്ട് വിശുദ്ധനായ ഞാൻ എന്നും വിശുദ്ധനാണെന്ന് പറയണമെങ്കിലും കർത്താവിന് ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ദിനം പ്രതി ശുദ്ധീകരിച്ചു കൊണ്ടേയിരിക്കണം, തൻ്റെ വചനം കൊണ്ട് കഴുകിക്കൊണ്ടേയിരിക്കണം. അങ്ങനെയാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നുണ്ട്. അതായത് എൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നെന്ന്. ലുക്ക് അറ്റ് ദാറ്റ് റെസ്പോൺസിബിലിറ്റി. അതായത് നമ്മുടെ ഭവനത്തിൽ മക്കളെ വഴിതെറ്റി പോകുന്നുവെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ കടന്നു വന്നേച്ച് നമ്മൾ പറയണം, കർത്താവേ, എന്നെ വീണ്ടും ശുദ്ധീകരിക്കുക. തലമുറകളുടെ പുറകിലുള്ള ശാപമാണ് എങ്കിൽ എന്നെ പ്രാർത്ഥിപ്പിക്കുക, അത് അഴിച്ചു പോകുക. നിൻ്റെ വിശുദ്ധ രക്തം ഒഴിച്ചിട്ട് അത് തുടച്ചു മാറ്റിയിട്ട് പുതിയ ഹൃദയം വെച്ചു കൊടുക്കണം. പഴയ ഹൃദയം മാറ്റിയൊക്കത്തുള്ളൂ. ഇത് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുക. ഇത് ശിഷ്യന്മാർക്ക് തന്നെയല്ല, എല്ലാ വിശ്വാസികൾക്കും കൂടിയുള്ളതാണ്. എല്ലാ വിശ്വാസികളെന്ന് പറയുമ്പം അന്നുള്ളത് തന്നെയല്ല, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇപ്പോൾ ഉള്ളതും വരാൻ പോകുന്നു, അന്നുള്ളതും ഇതിനകത്ത് വന്നിരിക്കുകയാണ്. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചു, ഞാൻ അവരെയും ലോകത്തിൽ, അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിപ്പാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ സീ ദ ഫ്യൂച്ചർ തിങ്, ഇനിയും വരാൻ പോകുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. മറഞ്ഞുപോയോ? ഇല്ല.
എടുത്ത് വായിക്കുമ്പം പറയാം, കർത്താവേ നീ അന്ന് എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, ഈ വചനം എടുത്ത് വാക്ക്. എൻ്റെ മക്കൾക്ക് വേണ്ടി അന്ന് പ്രാർത്ഥിച്ചില്ലേ, തലമുറകൾക്ക് നീ പ്രാർത്ഥിച്ചില്ലേ, വരാൻ പോകുന്ന എല്ലാ തലമുറയ്ക്കും നീ പ്രാർത്ഥിച്ചില്ലേ. ഞാൻ ഈ വചനത്തെ തന്നെ നിൽക്കുകയാണ്. ഈ വചനപ്രകാരം നമ്മുടെ തലമുറകൾ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവരായി മാറിയിരിക്കുന്നു. അല്ല പിന്നെ ഈ വചനം എടുത്ത് മാറ്റണമല്ലോ, ഈ വചനം എടുത്ത് മാറ്റും, അല്ലെ ഈ വചനം നമുക്ക് കീറിക്കളയേണ്ടി വരും. മനസ്സിലായോ? ഈ വചനം ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആകാശവും ഭൂമിയും മാറിപ്പോയാലും ഈ വചനം മാറത്തില്ല എന്ന് ദൈവമാണ് പറഞ്ഞത്. വാക്കു പറഞ്ഞവൻ വാക്കു മാറത്തില്ല. എന്നാ വ്യാജ്യം പറയാൻ ദൈവം എന്നാ മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞത് നിവർത്തിക്കാതെ ഇരിക്കുമോ എന്നൊരു ചോദ്യം. അപ്പം പുരോഹിതനായ ദൈവം, മഹാപുരോഹിതനായ ദൈവം അന്ന് പ്രാർത്ഥിച്ചത് ഇന്നും പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ലോകം വിശ്വസിപ്പാൻ അവരെല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിൽ ഞാൻ നിന്നിലാകുന്നത് പോലെ അവരും നമ്മിലാകേണ്ടതിന് തന്നെ നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വം നമുക്കും കൂടെ തന്നു. ആരേലും ഇത് ചിന്തിക്കാറുണ്ട്? ക്രിസ്തുവിന് പിതാവിൻ്റെ മഹത്വം വന്നു. ദിസ് ഈസ് വൈ ഈ അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിക്കുന്ന ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്. അബ്രഹാമിന് വേറെ പല മക്കളും ഉണ്ടായിട്ടുണ്ട്, വേറെ ഭാര്യയെ കൂടെ, സാറ മരിച്ചു കഴിഞ്ഞപ്പോൾ. അവരെ എല്ലാം സാധനങ്ങൾ കൊടുത്ത് പറഞ്ഞു വിട്ടു എന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ ഇസഹാക്കിന് മാത്രമേ വാഗ്ദത്തപ്രകാരം അനുഗ്രഹം കൊടുത്തുള്ളൂ. അപ്പം അന്ന് പറഞ്ഞ അനുഗ്രഹം ഇന്നും നമുക്ക് നിൽപ്പുണ്ട്. ആ അനുഗ്രഹത്തിൽ നമ്മുടെ തലമുറകളും നമ്മളും വന്നിരിക്കുകയാണ്. ബാക്കി 24, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട് എനിക്ക് നൽകിയ മഹത്വം നീ എനിക്ക് തന്നിട്ടുള്ളവർ കാണേണ്ടത് ഞാനിരിക്കുന്നിടത്ത് ഇവർ എന്നോടുകൂടി ഇരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. പുത്രൻ തമ്പുരാൻ ആഗ്രഹിക്കുകയാണ് നമ്മളും പുത്രൻ്റെ കൂടെ ഇരിക്കണമെന്ന്. നടന്നില്ലേ? എഫെസ്യർ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, നമ്മൾ വി ആർ സീറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ കൂടെ ഇരിക്കുന്നവരാണെന്ന് വേദപുസ്തകം വ്യക്തമായിട്ടും എഴുതിയിരിക്കുന്നു. പദവി മാറിയേ മഹത്വം. ഇത് ആത്മാവിൻ്റെ തട്ടുകളാണ്, പല തട്ടുകൾ. ഇപ്പോൾ എല്ലാം ഒരു ദിവസം പഠിക്കാനൊക്കത്തില്ല. പക്ഷെ ദീസ് ആർ ദി അബ്സല്യൂട്ട് ട്രൂത്ത് വിളിച്ചു പറയണം. എന്നിട്ട് പിന്നെ പറയുന്നത് എന്നാ? നീതിയുള്ള പിതാവേ, ലോകം നിന്നെ അറിഞ്ഞിട്ടില്ല, ഞാനോ നിന്നെ അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നു എന്ന് ഇവരും അറിഞ്ഞിരിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം അവരിലാകുവാനും ഞാൻ അവരിലാകുവാനും ഞാൻ നിൻ്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും വെളിപ്പെടുത്തും. കർത്താവ് പൂർണ്ണമായിട്ട് നമ്മൾ അവൻ ആരെന്ന് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എബ്രായ ലേഖനത്തിൽ പറയുന്നത് പോലെ ഘട്ടം ഘട്ടമായിട്ട് ദൈവം ഓരോ സത്യങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നീ ആഗ്രഹമുണ്ടോ? സ്വർഗം തുറന്നിരിക്കുകയാണ്. നമുക്ക് ആഗ്രഹം വേണമല്ലോ, ഇത് ഇച്ഛ തരണമല്ലോ. നമ്മൾ ദൈവത്തെക്കുറിച്ച് പഠിക്കുന്നവരും ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവരും വചനം എഴുതുന്നവരും ഒക്കെ നമ്മൾ ഓർക്കണം, അവർ സമയമെടുത്ത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നതുകൊണ്ടാണ് അത് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിനെ സ്നേഹിക്കുന്നവർ അവൻ കർത്താവിൻ്റെ പുറകെ ആർദ്രമായിട്ട് അവൻ്റെ പുറകെ നടക്കുന്നവരാണ്. അവൻ വെച്ച കാലിൻ്റെ പടി നോക്കിയിട്ട് ആ കാൽപ്പടിയിൽ അതേ പാതയിൽ നടക്കുന്നവരാണ്. വചനമെടുത്ത് പറയുമ്പോൾ അതിശയങ്ങൾ നടന്നേ പറ്റൂ, അത് തലമുറയിൽ വീണേ പറ്റൂ. എത്രയൊക്കെ പിശാച് ചിന്തിച്ചാൽ ഒരു ദുഷ്ടശക്തി ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഉണ്ടല്ലോ. ഒരു നല്ല ശക്തിക്കൊരു അഴുക്ക് ശക്തിയുണ്ട്. എത്രയൊക്കെ ദുഷ്ടൻ വിചാരിച്ചാലും ആ ദുഷ്ടപിശാചിനെ ദൈവം ക്രിയേറ്റ് ചെയ്ത, ദൈവം സൃഷ്ടിച്ചത്, അത് ദൈവമല്ല. അതുകൊണ്ട് കൊടുത്ത ശക്തി കർത്താവിന് തിരിച്ചെടുക്കാൻ നോക്കും. ഒരു സമയത്ത് അത് തിരിച്ചെടുക്കുകയും ചെയ്യും. കർത്താവ് യെശയ്യാ പറയുന്നുണ്ടല്ലോ, യെശയ്യാ 14, അത് ഈ ചുള്ളിക്കമ്പാണോ രാജാക്കന്മാരെ പേടിപ്പിച്ചത്? വെട്ടേറ്റ് നിലംപരിശായ അരുണോദയ ശുക്ര, നീയാണോ ഭയപ്പെടുത്തുന്ന മനുഷ്യനെ എന്ന് ചോദിക്കുന്നു. നമ്മൾ എന്തിനാ ഭയത്തിനടിമയാകുന്നത്? കർത്താവിൻ്റെ സത്യത്തിലേക്ക് മഹാപുരോഹിതൻ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ചിലരെന്നോട് ചോദിക്കും, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം പറയണേ, പ്രാർത്ഥിച്ചു. ഇതെല്ലാം പ്രാർത്ഥിച്ച് ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ. കഴിഞ്ഞ ദിവസം ആരോ എന്നോട് പ്രാർത്ഥിച്ചു. ചില കാര്യങ്ങൾ ഉത്തരം, പിന്നെ ചില ചെറിയ കാര്യങ്ങൾ ചോദിക്കും. അവർ ചോദിച്ചാൽ അത് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ചുമ്മാ ഞാനൊരു ദൈവത്തിൻ്റെ മുമ്പ് ചോദിച്ചിട്ട് കാര്യം എന്താ? ഞാൻ പറയാം, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പ്രാധാന്യവും ചോദിക്കുന്ന ദൈവമാണ് ഉത്തരം തരുന്നതെന്ന് വിലയും ഉണ്ടെങ്കിൽ ആ ചോദിക്കുന്നത് ചെയ്തെടുത്തിട്ട് വേണം അടുത്ത പ്രാവശ്യം വന്ന് ചോദിക്കാൻ. ചുമ്മാ അത് ചോദിച്ചിട്ട് എന്ത് കാര്യം? അത് ഞാൻ പറഞ്ഞില്ല, എൻ്റെ അമ്മയോട് കർത്താവ് തന്നെ പറഞ്ഞു. അമ്മച്ചി ചോദിച്ചു, എനിക്ക് പുതിയ വാഗ്ദത്തം വേണം. കർത്താവ് പറഞ്ഞു, പുതിയ വാഗ്ദത്തം എന്താ? തന്ന വാഗ്ദത്തങ്ങൾ പ്രാപിച്ചെടുക്ക്.
എത്രയോ വാഗ്ദത്തങ്ങൾ എസ് ആൻഡ് ആമേൻ. ഓൾ ദ പ്രോമിസസ് ഇൻ ദ ബൈബിൾ ആർ എസ് ആൻഡ് ആമേൻ. കൊരിന്ത്യരിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമ്മൾ എസ് ആൻഡ് ആമേൻ ആക്കി എടുക്കണം. അതിന് ബന്ധപ്പാടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന ഇന്നും നമുക്ക് ജീവനായിട്ട് നിൽക്കും. നമുക്ക് തന്നെയല്ല, നമ്മുടെ ഇനിയും വരാൻ പോകുന്ന തലമുറയ്ക്ക് പോലും അനുഗ്രഹമാണ്. ഉറച്ചു നിൽക്കാം. നാഥ, മഹാപുരോഹിതൻ്റെ പ്രാർത്ഥന എത്ര വിശുദ്ധമായിട്ട്, എത്രയോ ഞങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക വിധത്തിൽ അവിടുന്ന് പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. നീ ഏകസത്യ ദൈവമാവുന്ന നിന്നെയും നീ അയച്ച പുത്രനെയും അറിയുക എന്നത് തന്നെ ആണ് കർത്താവെ നിത്യമായ ജീവൻ. അത് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ദേഹത്തിനെ ഉപദ്രവിക്കുന്നവനെ ആവശ്യം തന്നെ തടുത്തു മാറ്റിക്കോളും. പക്ഷെ ദേഹിയെ ഉപദ്രവിക്കാൻ നീ അനുവദിക്കരുതേ. ഞങ്ങളുടെ ശരീരം നിൻ്റെ ആത്മാവ് വസിക്കുന്ന ആലയമാണെന്ന് ദിനം പ്രതി ഓർപ്പിച്ചു തന്ന് ഭയത്തിൻ്റെ ആത്മാവിന്, രോഗത്തിൻ്റെ ആത്മാവ്, നിരാശയുടെ ആത്മാവ്, അതുപോലെ സംശയത്തിൻ്റെ ആത്മാവ് ഒക്കെ എടുത്ത് ദൂരെ കളഞ്ഞിട്ട് ആ വലിയ ദൈവത്തിൻ്റെ ആത്മാവിനെ ഉൾക്കൊള്ളുന്ന നല്ലൊരു പാത്രമാക്കി, മാനപാത്രം, ദൈവത്തിൻ്റെ വിളങ്ങുന്ന ശോഭയുള്ള പാത്രങ്ങളാക്കി, നിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരാക്കി, അനേക മക്കളെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്നവരാക്കി ഞങ്ങളെയും തലമുറകളെ എടുത്തുപയോഗിക്കണമേ. പ്രാർത്ഥന കേട്ട് ഇറങ്ങി വന്ന് ഞങ്ങളുടെ മേൽ നിൻ്റെ കൈവച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.